ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷന് ശേഷമുള്ള ടീമുകളുടെ കംപ്ലീറ്റ് സ്ക്വാഡ് അപ്ഡേറ്റാണ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 6 ഫ്രാഞ്ചൈസികളുടെ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. RRൻ്റെയും RCB, MI, CSK, RR, KKR, ഒടുവിൽ SRH തുടങ്ങിയ ടീമുകളുടെ IPL 2025 മെഗാ ഓപ്ഷന് ശേഷമുള്ള കംപ്ലീറ്റ് സ്ക്വാഡ് അപ്ഡേറ്റ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തിലുള്ളത് ആ ഒരു വീഡിയോ സീരീസിലെ 7ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. 7ാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തവണ IPL ഓപ്ഷനിലേക്ക് ഒരു ഹ്യൂജ് എമൗണ്ടുമായി പോവുകയും ഒരുപാട് വമ്പൻ താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തുകയും ചെയ്ത ആദ്യ IPL കിരീടമെന്ന മോഹം കൊണ്ടിറങ്ങാൻ പോകുന്ന പഞ്ചാബ് കിങ്സിൻ്റെ ഓപ്ഷൻ അപ്ഡേറ്റ് ആണ്. സോ PBKസിൻ്റെ IPL 2025 കംപ്ലീറ്റ് സ്ക്വാഡ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്തവണ ഹ്യൂജ് എമൗണ്ടുമായിരുന്നു പഞ്ചാബ് കിങ്സ് ഓപ്ഷനിലേക്ക് പോയത്. വെറും 2 താരങ്ങളെ മാത്രം നിലനിർത്തിയ പഞ്ചാബ് 110 കോടി രൂപയുമായിട്ടാണ് ഓപ്ഷൻ ടേബിളിലേക്ക് പോയത്. സോ PBKസിൻ്റെ സ്കോഡ് ആരൊക്കെയാണ്? ശശാങ്ക് സിംഗിനെയും പ്രഭ്സിമ്രൻ സിംഗിനെയും ആയിരുന്നു PBKസ് ഇത്തവണ റീറ്റെയിൻ ചെയ്തത്. അർഷ്ദീപ് സിംഗിനെ 18 കോടി രൂപയ്ക്ക് ഓപ്ഷനിൽ ഒരു ഹ്യൂജ് ബിഡിങ്ങിന് ശേഷം RTM ഉപയോഗിച്ച് PBKസ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശ്രേയസ് അയ്യരെ 26.75 കോടി രൂപയ്ക്ക് IPL ചരിത്രത്തിലെ 2ാമത്തെ ഉയർന്ന തുകയ്ക്ക് ഇത്തവണ പഞ്ചാബ് കൂടാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. യുസ്വേന്ദ്ര ചഹലിനെ 18 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയപ്പോൾ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള മാർക്കസ് സ്റ്റോയിനിസിനെ 11 കോടി രൂപയ്ക്ക് PBKസ് വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഗ്ലെൻ മാക്സ്വെൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഞ്ചാബിൻ്റെ കൂടാരത്തിലേക്ക് അദ്ദേഹം തിരികെ വന്നിരിക്കുകയാണ്. 4.2 കോടി രൂപയ്ക്കാണ് മാക്സ്വെലിനെ ഇത്തവണ പഞ്ചാബ് സ്വന്തമാക്കിയത്. നെഹൽ വധേരെ 4.2 കോടി രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഹർപ്രീത് ബ്രാറിനെ 1.5 കോടി രൂപയാണ് പഞ്ചാബ് ചെലവഴിച്ചത്. മലയാളി താരം വിഷ്ണു വിനോദിനെ 95 ലക്ഷം രൂപയ്ക്കാണ് PBKസ് ഇത്തവണ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വൈശാഖ് വിജയകുമാറിനെ 1.8 കോടി രൂപയ്ക്കും യഷ് താക്കൂറിനെ 1.6 കോടി രൂപയ്ക്കുമാണ് PBKസ് സ്വന്തമാക്കിയത്. ജോഷ് ഇംഗ്ലിസിനെ 2.6 കോടി രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ലോക്കി ഫെർഗൂസിനെ 2 കോടി രൂപയ്ക്കാണ് PBKസ് വാങ്ങിയത്. മാർക്കോ ജാൻസനെ സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാർ ഓൾറൗണ്ടറെ ഇത്തവണ 7 കോടി രൂപയ്ക്കാണ് ഹ്യൂജ് ബിഡിങ്ങിന് ശേഷമാണ് PBKസ് തങ്ങളുടെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അസ്മത്തുള്ള അമർസായ് എന്ന അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടറെ 2.4 കോടി രൂപയ്ക്കും സായ് കിഷോറിനെ 2 കോടി രൂപയ്ക്കും വാങ്ങിയപ്പോൾ ഹർനൂർ പന്നുവിനെ 30 ലക്ഷം രൂപയ്ക്കാണ് PBKസ് സ്വന്തമാക്കിയത്. കുൽദീപ് സെന്നെ 80 ലക്ഷം രൂപയ്ക്കും അതോടൊപ്പം പ്രിയാൻഷ് ആര്യയെ 3.8 കോടി രൂപയ്ക്കും ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള ആരോൺ ഹാഡിയെ 1.25 കോടി രൂപയ്ക്കുമാണ് PBKസ് തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മുഷീർ ഖാനെ 30 ലക്ഷം രൂപയ്ക്കും സുയാൻഷ് ഷെഡ്ജെ, പീല അവിനാഷ്, പ്രവീൺ ഡൂബെ എന്നിവരെയും 30 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്കാണ് PBKസ് സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓപ്ഷന് ശേഷം പഞ്ചാബ് കിങ്സിൻ്റെ സ്കോഡിൽ കറക്റ്റ് 25 പ്ലേയേഴ്സിന് മാക്സിമം സ്കോഡ് സൈസ് തന്നെ പഞ്ചാബിന് ഇത്തവണ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.